വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള എല്ലാ ന്യൂ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ കാണുന്ന എന്താ ഒരേ ഒരു വാക്കുള്ളൂ കേട്ടോ, ഗ്ലൂട്ടാത്തയോൺ എങ്ങനെ വീട്ടിലുണ്ടാക്കാം, ഇനി ഗ്ലൂട്ടാത്തയോൺ നിങ്ങൾക്കും ഉണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. സോ ഞാൻ വിചാരിച്ചു എല്ലാവരും ചെയ്യുന്നു, ഒരുപാട് വീഡിയോസ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനും അവരാ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാവും ഇതിൻ്റെ ടേസ്റ്റ്, ഇതൊക്കെ കുടിക്കാൻ പറ്റുമോ, ആ ഇഞ്ചിയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും, എനിക്ക് അത് ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. സോ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ മാത്രമായിട്ട് ചെയ്യേണ്ടിരുന്നത് ശരിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഈ ഒരു ഡ്രിങ്ക്, എഫക്റ്റീവ് ആണോ, ടേസ്റ്റ് എങ്ങനെയായിരിക്കും, എന്തായാലും ശരീരത്തിന് നല്ലതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ പിന്നെ നെല്ലിക്ക, അതുപോലെ നമ്മുടെ ഇഞ്ചി, ഈ 4 കൂട്ടാണ് എടുത്തിരിക്കുക. ചിലർ ആപ്പിളൊക്കെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ആപ്പിൾ എടുത്തിട്ടില്ല. ബാക്കി ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാവും എന്നറിയില്ല, നമ്മൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് കണ്ടു നോക്കിയാലോ. അത് മാത്രമല്ല, ഞാൻ ഈ 4 ഐറ്റം വാങ്ങിയതിൽ കുറച്ചൊക്കെ എൻ്റെ മോളെടുത്ത് ഞാനിവിടെ അരിഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതെടുത്ത് തിന്നു പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഐറ്റംസിൻ്റെ അളവൊക്കെ കുറഞ്ഞ് വരുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ തീർക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിലെല്ലാവരും പറയുന്ന പോലെ ഐറ്റംസ് ഇതേ ഇരിക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ നെല്ലിക്ക, പിന്നെ കുറച്ച് ജിഞ്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അരച്ച് പിന്നെ അരിച്ച് പിന്നെ അത് ഫ്രീസ് ചെയ്ത്, കുറച്ച് പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല. എനിക്ക് കുറച്ച് മടിയുള്ള ആളാണ് കേട്ടോ, എന്നാലും നമുക്ക് ഹെൽത്ത് നന്നാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാം അല്ലേ. ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക്സിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം എല്ലാ വീഡിയോസിലും എല്ലാവരും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, ഹെൽത്ത് വൈസ് നല്ലതാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് അരച്ചെടുത്ത് നോക്കാം. ഓക്കെ, നെല്ലിക്ക പത്തിരും ഇത് ഉണ്ടാക്കിയിട്ട് നീ കുടിക്കുവോ? ഇത് ഉണ്ടാക്കിയിട്ട് ഐസാക്കാൻ പോവാ, നീ കുടിക്കുവോ? ശരി ശരി ശരി. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണണം. അങ്ങനെ ഞങ്ങളിതേ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതേ പിന്നെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, പിന്നെ അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അരിച്ച് ഈ പാത്രത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ആശുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. എങ്ങാനും മറിഞ്ഞ് താഴെ വീഴുമെന്ന് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചു എല്ലാം കുളമാവും എന്നുള്ളത്, ആശുട്ടി കൂടിയുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയും ഇഞ്ചി എല്ലാം കൂടി ചേർത്തിട്ട് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് തരട്ടെ. അങ്ങനെ ഒരു ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇനി ഇത് ഐസ് കട്ടയായിട്ട് കിട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കാണുന്ന കണ്ടോ ഗ്ലൂട്ടാത്തയോൺ ഐസ് കട്ടയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് നോക്കണം. അപ്പം അതിങ്ങനെ പതഞ്ഞ് വരും എന്നൊക്കെയാണ്. അത് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ പോലെ തന്നെ എന്നെ വരണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് ഇടാൻ പോവാണ് കേട്ടോ. പത വരുന്നുണ്ട് കണ്ടില്ലേ? ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ കളർ എല്ലായിടത്തേക്കും സ്പ്രെഡായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ നോക്കിയിരുന്നാൽ പോരല്ലോ, ഇതൊന്ന് കുടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കണ്ടേ. അപ്പം ഞാൻ കുടിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എന്തിൻ്റെ ടേസ്റ്റാണെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. പക്ഷെ പിന്നെ കുടിച്ച് നോക്കിയപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, കുടിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റാണ്, അത് കാരണം കുഴപ്പമില്ല. പിന്നെ ഞാനത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത്തിരി കളർ കൂടിയോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ കൊള്ളാം കേട്ടോ, നല്ലതാണ്. അങ്ങനെ വൃത്തികെട്ട ടേസ്റ്റൊന്നുമില്ല, പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള വെള്ളമായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കഷായം കുടിക്കണ പോലെയൊന്നുമല്ല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, ഇഞ്ചിയും ഇതെല്ലാം കൂടി കലർന്ന് വരുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. പ്രത്യേകിച്ച് മധുരമോ ഉപ്പോ ഒന്നുമില്ലാണ്ട് ഒരു വെള്ളം, സാധാ ഒരു വെള്ളം, അത് ഹെൽത്തിന് നല്ലതാണെന്ന് കരുതിയിട്ട് നമ്മളങ്ങോട്ട് കുടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ.
ഹെൽത്തിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, അതുപോലെ മുടിക്ക് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റ ബൈ ബൈ.